തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച തിരിച്ചടിയായതായി CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ല, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നും വിലയിരുത്തൽ. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, CPM സംസ്ഥാന സമിതിയിൽ ഉയരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് CPMന് ഉണ്ടായത്. നിലവിൽ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയാണ് തിരിച്ചടിയായതല്ലാതെ ഭരണവിരുദ്ധ വികാരമല്ല എന്നൊരു ഭാഷ്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും രോഹിണി, ഏറ്റവും എടുത്തു പറയേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊരു വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷേ MV ഗോവിന്ദന്റെ ആ അഭിപ്രായങ്ങളെ ഒക്കെ തന്നെയും തകർക്കുന്ന രീതിയിലാണ് സംസ്ഥാന സമിതിയിലെ അഭിപ്രായം രൂപപ്പെട്ടത് എന്ന് തന്നെയാണ് പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത്. സംസ്ഥാന സമിതിയിലെ ഓരോ അംഗങ്ങളും പ്രധാനമായും ഏറ്റവും എടുത്തു പറയുന്നത് ശബരിമല വിഷയം വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തതൊക്കെ തന്നെയും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറി എന്നത് തന്നെയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ തന്നെയും പാർട്ടി സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കടന്നു എന്നൊരു വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് രോഹിണി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം കൃത്യമായി ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്നതുകൂടി പറയുന്നു. ഈ പലയാവർത്തി പത്മകുമാറിനെതിരെ കോടതി വിധിച്ചാൽ മാത്രമേ നടപടി ഉണ്ടാവൂ എന്നൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടായത്. ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടില്ല, മറിച്ച് ശബരിമല വിഷയം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എവിടെയും ബാധിച്ചിട്ടില്ല എന്നതുൾപ്പെടെ MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. എന്നാൽ സംസ്ഥാന സമിതിയിൽ അതിന് വിപരീതമായ അഭിപ്രായങ്ങളാണ് ഓരോ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാനമായും ശബരിമല കൊള്ള എന്ന ഈ വിഷയം വലിയ രീതിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി, ഇത് വോട്ട് കുറയുന്നതിന് കാരണമായി, അതാണ് പരാജയത്തിന് കാരണം എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് രോഹിണി. അതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരെ നടപടി എടുത്തിരുന്നില്ല. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വിശ്വാസത്തെ ബാധിച്ചു എന്നത് തന്നെയാണ് സംസ്ഥാന സമിതി യോഗത്തിലുള്ള പ്രധാന വിലയിരുത്തലുകളിൽ ഉൾപ്പെടുന്നത് രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.